ഒടുവിൽ ജീവമാതാ കാരുണ്യ ഭവൻ അടച്ചുപൂട്ടുവാനുള്ള ഉത്തരവിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും ഒറ്റ ദിവസം കൊണ്ട് കോടികളുടെ ആസ്തിയുള്ള ഒരു സ്ഥാപനത്തിന്റെ മുതലാളിയൊക്കെയായി മാറിയ വ്യക്തി അവര് കാട്ടിക്കൂട്ടുന്നതൊക്കെ നെറികേടുകളാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലായിട്ടും പൂച്ചക്കാര് മണികെട്ടും എന്ന് ചോദിക്കുന്നത് പോലെ പണവും സ്വാധീനവുമൊക്കെയുള്ള ആളായതുകൊണ്ട് അവർക്കെതിരെ പ്രതികരിക്കുവാൻ തദ്ദേശവാസികൾക്ക് ഭയമായിരുന്നു. പക്ഷേ ഈ പ്രകൃതിയുടെ ഏറ്റവും വലിയൊരു പ്രതിഭാസമാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു പ്രതിപ്രവർത്തനമുണ്ട് എന്ന് പറയുന്നത് പോലെ കർമ്മ തിരിഞ്ഞടിച്ചു. സ്വന്തം യൂട്യൂബ് ചാനലിൽ കൂടി തന്നെ ഇവർക്ക് പണി കിട്ടുകയായിരുന്നു. തുടക്കത്തിൽ ചില ആൾക്കാരൊക്കെ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു. അതിന് മറുപടി പറയുവാൻ വേണ്ടി പല ആൾക്കാരും വന്നു. ആദ്യം കമന്റ് ബോക്സുകളിലൊക്കെയാണ് പലരും പ്രതികരിച്ചത്. പിന്നീട് വീഡിയോകൾ പലതും വരുവാൻ തുടങ്ങി. ഒടുവിൽ ആ സമയം വരെ മൗനമായിരുന്ന അന്തേവാസികളും തദ്ദേശവാസികളും ഒക്കെ മറ നീക്കി പുറത്തു വരികയും അവരൊക്കെ തുടർന്ന് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ പല വോയിസ് ക്ലിപ്പുകൾ, പല വീഡിയോ സന്ദേശങ്ങളൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ നടുങ്ങിപ്പോവുകയായിരുന്നു. ഒരനാഥാലയത്തിന്റെ മറവിൽ എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്? സാമ്പത്തിക തട്ടിപ്പുകൾ പോകട്ടെ, അവിടെയുള്ള അന്തേവാസികൾക്ക് പലർക്കും മോശമായിട്ടുള്ള സാഹചര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നു. ഭക്ഷണം ലഭിച്ചില്ല, വസ്ത്രം ലഭിച്ചില്ല, ചികിത്സ ലഭിച്ചില്ല, ചില ആൾക്കാർ മരണപ്പെട്ടു. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും കേട്ടു. ഇതൊക്കെ പലയിടത്തും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് എന്ന രീതിയിൽ പലരും കാണുകയും ചെയ്തു. എന്നാൽ അതുമാത്രമല്ല, ഈ അനാഥാലയത്തിന്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനവും നടന്നു എന്നുള്ളതിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വരികയാണ്. എങ്ങനെയാണ് ഈ സ്ഥാപനം പൂട്ടാതിരിക്കുക? ആ സ്ഥാപനത്തിലുണ്ടായിരുന്ന പല അന്തേവാസികളും ശാരീരികമായും മാനസികമായിട്ടുമുള്ള പല പീഡനങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. ഈ വന്നിരിക്കുന്ന അന്തേവാസികളും അവിടെ പാർക്കുന്ന 40ഓളം പെൺകുട്ടികളും അവരൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ അർഹതയുള്ള ആൾക്കാരല്ല. ഇവരുടെയൊക്കെ ഔദാര്യത്തിന്റെ കീഴിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് എന്താണെങ്കിലും അതിനോട് പൊരുത്തപ്പെട്ട് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടിക്കോണം എന്നുള്ള നിലപാടാണ് ഇവരോടെല്ലാം അവർ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അതിനോട് പൊരുത്തപ്പെടുവാൻ തയ്യാറാകാതിരുന്നവർക്കൊക്കെ ഇവർ കണക്കിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപ്പറ്റിയുള്ള ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തലാണ് ഒരു പെൺകുട്ടി, അവിടുത്തെ അന്തേവാസിയായിരുന്ന ഒരു പെൺകുട്ടി ഇപ്പോൾ ഒരു വീഡിയോ സന്ദേശമായി പുറത്തുവിട്ടിരിക്കുന്നത്. ഒന്ന് കേട്ടു നോക്കാം. പിന്നെ ഞാൻ ഒരു ദിവസത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എനിക്ക് അടി കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അതിൻ്റെ കാരണം പറയാനാണ് ഞാൻ വന്നത്. അതായത് അന്നേ ദിവസം വൈകിട്ട് പിന്നെ ഒരു 7-7:30 മണിയായി കാണും. 7:30 മണിയൊക്കെ ആയപ്പോഴത്തേന് അമ്മമാർക്കും മക്കൾക്കൊക്കെ ചോറ് കൊടുത്തിട്ട് മാഡം വന്നിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ആ സമയത്തോട്ടൊന്നും അന്നദാന പന്തലോട്ടോ അടുക്കളയിലോട്ടോ വരാറില്ല. വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ നേരത്തെ കയറി പോയിക്കോ, നിങ്ങൾ രാവിലെ വിട്ട് കഷ്ടപ്പെടുന്നതല്ലേ, നേരത്തെ പോയി കിടന്നു എന്ന്. അപ്പോൾ പതിവില്ലാത്ത ഒരു സ്നേഹമായിരുന്നു അന്നേരം കാണിച്ചത്. അങ്ങനെ ഞങ്ങളകത്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ അകത്ത് കയറിയിട്ട് ഉറങ്ങാൻ സമയമായിട്ടില്ലാത്തതുകൊണ്ട് കുറേ നേരം സംസാരിച്ചപ്പോഴാണ് പിന്നെ ഒരു 9 മണിയൊക്കെ ആയി കാണും. ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് അതിന് മുമ്പേ തന്നെ ഗ്രില്ലൊക്കെ പൂട്ടാൻ പറഞ്ഞ എന്നോട്. ഗ്രില്ലൊക്കെ പൂട്ടിയിട്ട് ഞങ്ങളകത്ത്. അപ്പോൾ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് വന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു സംശയം, ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു സംശയം, ഒരു കൈ വന്നിട്ട് 2ാമത്തെ നിലയാണ് തൊട്ട്, ഈ ചിൽഡ്രൻസ് ഹോം പൂട്ടുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിടം, അപ്പോൾ 2ാമത്തെ നിലയാണ്. അപ്പോൾ അവിടെ ഒരു ആണിൻ്റെ കൈ വന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയപ്പം മുകളിലത്തെ റൂമിലെ ജനലിൻ്റെ കതക് ഒരു വാച്ച് കെട്ടിയ കൈ വന്ന് അടയ്ക്കുന്നത് കണ്ടു. അപ്പം അവിടെ ആണുങ്ങൾ ആരുമില്ല, ഉണ്ണിയൊന്നും അവിടെ ഇല്ലാത്ത സമയം. അങ്ങനെ ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ട് ഞങ്ങൾ കുറച്ച് പിള്ളേരും ഉണ്ട് കൂടെ. അങ്ങനെ നോക്കിയപ്പം അതിനകത്ത് ആളുണ്ട്. അപ്പം ക്യാമറ ഓഫ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേര് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി. ഇപ്പുറത്തെ കെട്ടിടത്തിൻ്റെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, സ്റ്റെപ്പിൽ കൂടെ കയറി ഈ കെട്ടിടത്തിൻ്റെ മണ്ടവശം കാണാൻ പറ്റും. അപ്പം അതിലൊരു ആണുണ്ടായിരുന്നു. അത് ഈ പറയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത്. കേട്ടോ, ഭാഗ്യത്തിന് ആ സമയത്ത് അവിടുത്തെ ക്യാമറ ഓഫ് ആയിരുന്നത് കൊണ്ട് അവർ രണ്ടും കൽപ്പിച്ച് ആരാണ് എന്താണ് എന്ന് നോക്കുവാൻ വേണ്ടി വലിഞ്ഞു മുകളിൽ കയറി. അവിടെ കയറിയപ്പോൾ കണ്ടത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരഴിഞ്ഞാട്ടത്തിന് ആ വേദിയാക്കുവാൻ വേണ്ടിയായിരുന്നു എല്ലാവരെയും സോപ്പിട്ട് നേരത്തെ തന്നെ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും മടക്കി അയച്ചത്. എന്നിട്ടോ ആ രാത്രി വെളുക്കോളം ആ അനാഥാലയത്തിനുള്ളിൽ വ്യഭിചാരം നടന്നു. വന്നു കയറിയ കസ്റ്റമർ വെളുപ്പിനെ 5 മണി വരെ അവിടെ ഉണ്ടായിരുന്നു അത്രേ. അപ്പോൾ ഈ കുട്ടികൾ രാത്രി വെളുക്കോളവും അത് വാച്ച് ചെയ്യുകയായിരുന്നു. കാര്യങ്ങളൊക്കെ ഇവിടെ വരെ എത്തിയത് കൊണ്ട് മാത്രമാണ് ഇത് പുറം ലോകം അറിയുന്നത്. ഇല്ലായിരുന്നുവെങ്കിൽ ഇവരിതൊക്കെ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് നടക്കുമായിരുന്നു. കാരണം ഇതുങ്ങളൊക്കെ പാവങ്ങളാണ്, അവർക്കൊക്കെ ജീവനെ ഭയമുണ്ട്, ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നെറികേടിനെതിരെ ഒരു ചെറു വിരൽ അനക്കാനോ സംസാരിക്കാനോ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് മിണ്ടാതിരുന്നു പോയതാ. എന്തായാലും ഈ വന്ന കസ്റ്റമർ ആരാണ് എന്നുള്ളതും ഈ പെൺകുട്ടിക്കറിയാം. അവരതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഒന്ന് കേട്ടു നോക്കിയേ. അപ്പോൾ
പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞു. നേരം വെളുത്ത് ഒരു 5 മണി ആയപ്പോഴത്തേക്കാണ് ആളിനെ പറഞ്ഞു വിട്ടതും ഒക്കെ. അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ കണ്ടത് തന്നെയാണ്. കാണാത്ത കാര്യമൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ശേഷം രാവിലെ ഒരു കുറേ സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് മാഡം വന്നിട്ട് പറഞ്ഞു, ഇതുപോലെ എന്തുവാ ഗോപി എൻ്റെ ജാരനെ കണ്ടുവന്നു, എൻ്റെ ജാരനെ നോക്കിയിരിക്കുമായിരുന്നു നീന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്കായിപ്പോയി. കാരണം ഞാൻ കണ്ടു എന്നല്ലാതെ ഞാൻ ഇതിനെപ്പറ്റി ചോദിക്കാനേ പോയിട്ടില്ല. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ തല പോകത്തില്ലേ, ഞാൻ ചോദിക്കാൻ പോകും. അപ്പം പിള്ളേരുടെ എന്തോ പ്രശ്നം വന്നപ്പോൾ പിള്ളേരിൽ ആരോ പറഞ്ഞതാണ്, എനിക്ക് തോന്നുന്നു, അങ്ങനെയാണോ തോന്നുന്നു, അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ എൻ്റെ പേര് മാത്രമേ വന്നുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ജാരനെ കണ്ടു എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു വാക്ക് അവിടെ പറഞ്ഞിട്ടേ ഇല്ല. കണ്ടു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതിലൊരു വാക്ക് പോലും വരെ പറയാൻ പോയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് തന്നെ ചില ആൾക്കാരെ സോപ്പിട്ട് കൂടെ നിർത്തിയിട്ടുണ്ട്. അവരിൽ ആരോ ആണ് ഈ വാർത്ത ചോർത്തി കൊടുക്കുന്നത്. അതായത് കഴിഞ്ഞ രാത്രിയിൽ അവിടെ നടന്ന കലാപരിപാടികളൊക്കെ ഇവിടെ ചില ആൾക്കാർ വന്ന് കണ്ടു, അതെല്ലാം അവർക്ക് മനസ്സിലായി എന്നുള്ളത്. അതിന്റെ റിയാക്ഷനാണ് പിന്നെ സംഭവിക്കുന്നത്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ബന്ധുക്കളും ഒക്കെ വന്ന്, പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കിന് എല്ലാവരും ഉണ്ട്, അവരുടെ കുറച്ച് സ്റ്റാഫുകളും പിന്നെ ബന്ധുക്കളും എല്ലാം കൂടെ വന്ന് രാത്രിയിൽ എന്നെ ഒരുപാട് അടിച്ചെടുത്ത് അലമാരിക്കകത്ത് കയറ്റി. അതൊക്കെ കുറച്ച് കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അന്ന് കണ്ണു നിറഞ്ഞ കുഞ്ഞുങ്ങൾ കുറച്ച് പേരുണ്ട്, പൊടി പിള്ളേരൊക്കെ. അടിച്ചെടുത്ത് എന്നെ അകത്ത് കയറ്റിയിട്ട് എൻ്റെ മക്കളും നോക്കിയിരുന്ന് കരയുക. എന്നിട്ട് എന്നോട് പറയുക, നിനക്കെതിരെ ഞാൻ പീഡന കേസ് കൊടുക്കും, ഇവിടുത്തെ എത്രയോ പിള്ളേരെ കൊണ്ട് ഞാൻ എഴുതി ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട്, നീ ചിൽഡ്രൻസ് ഹോമിനകത്ത് ആണുങ്ങളെ കയറ്റുമെന്ന് പറയും. അങ്ങനെയൊക്കെ എന്തൊക്കെ പരാതി എന്നെ പറ്റി എഴുതി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കണ്ടോ, ഇത്രയും തോന്നിയവാസങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് യാതൊരു സങ്കോചവുമില്ല. ആൾക്കാരെ എല്ലാവരെയും കൂടി വിളിച്ചു കൂട്ടുന്നു, ആ പെൺകുട്ടിയെ മർദ്ദിക്കുന്നു. അവരുടെ മക്കളുടെ മുൻപിലിട്ടുകൊണ്ടാണ് ഈ ക്രൂരമായ പീഡനങ്ങൾ ഏൽപ്പിക്കുന്നത്. കുഞ്ഞുങ്ങൾ അലറി നിലവിളിക്കുകയാണ് ഈ കാഴ്ച കണ്ടുകൊണ്ട്. അടിച്ച് അലമാരയ്ക്കകത്ത് കയറ്റി അടച്ചു കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ടോ ഒടുവിൽ വാദി പ്രതിയാവുകയാണ്, നിനക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കുമെന്ന്. അവിടെ നിൽക്കുന്ന പിള്ളേരെ എല്ലാം ഭയപ്പെടുത്തി അവരെ കൊണ്ട് ഈ പെൺകുട്ടിക്കെതിരെ സംസാരിക്കുവാനും ഇവർക്കെതിരായിട്ട് എന്തൊക്കെയോ എഴുതി മേടിക്കുവാനും അവർ തയ്യാറായി അത്രേ. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ എത്ര ഭീകരമായ വിഷമാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഞങ്ങളൊക്കെ ചെയ്യുന്ന ഓരോരോ വീഡിയോകൾ കണ്ടിട്ട് അതിന്റെ കീഴിൽ വന്ന് ഒരു ഉളുപ്പുമില്ലാതെ നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് നാഴികയ്ക്ക് 40 വട്ടം കമന്റ് എഴുതി വെക്കുന്ന ആൾക്കാർ ഒന്ന് കേൾക്കണം കേട്ടോ. നിങ്ങളുടെയൊക്കെ വീട്ടുകാർക്കോ നിങ്ങളുടെ മക്കൾക്കോ ഒക്കെ ആയിരുന്നു ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നിങ്ങളുടെ ഭാഗത്തെ പ്രതികരണം അതെന്തായിരുന്നേനെ? പല വോയിസ് ക്ലിപ്പുകളും അത് ഫേക്കാണ് എന്നൊക്കെ ആയിരുന്നല്ലോ നിങ്ങളിൽ പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഫേക്ക് അല്ല. ആ പെൺകുട്ടിയുടെ മുഖം ബ്ലർ ചെയ്തിട്ടാണ് കാണുന്നത്. പക്ഷേ അങ്ങനെ ഒരാളുണ്ട്, അത് അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും കണ്ടെത്താനും കഴിയും. ആ സ്ഥലത്തെ അന്തേവാസിയും അവിടുത്തെ ഒരു ജീവനക്കാരിയുമായിരുന്നു. മക്കളുമായിട്ട് അവർ ആ സ്ഥാപനത്തിൽ താമസിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഈസിയായി അവരെ കണ്ടെത്തുവാൻ കഴിയും. അതുമാത്രവുമല്ല, ഈ സ്പോൺസർ ആരായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അവർക്കറിയാം. അവർ പറയുന്നു വീഡിയോയിൽ അത് പറയാൻ പറ്റില്ല, പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിനോ മറ്റധികാരികൾക്കോ അത് വെളിപ്പെടുത്തി കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരത് ചെയ്യുമെന്നാണ്. സ്പോൺസർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ പേര് പറയുന്നില്ല. എനിക്കത് പുറത്ത് അധികാരികൾ ചോദിച്ചാൽ ഞാൻ പറയാം. അന്നൊരു സ്പോൺസർ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പകല് അവിടെ ഉണ്ടായിരുന്നു ആള്. വൈകിട്ടാണ് അതിൻ്റെ മുകളിൽ നിന്ന് കൈവച്ച് കതവടയ്ക്കുന്നത് ഞങ്ങൾ കണ്ടത്. പക്ഷെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കിനും ഞാൻ ഒറ്റപ്പെട്ടു പോയി. അവസാനം ഞാൻ തന്നെയായി കുറ്റക്കാരി. ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല. പറഞ്ഞു പോയത്, നമ്മളിനി അവിടെ കിടക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി പറഞ്ഞതാണ്. ഇത് ഇപ്പം തുറന്നു പറഞ്ഞതുകൊണ്ട് എനിക്ക് ഗുണമൊന്നുമല്ല കിട്ടാൻ പോകുന്നത്. ഈ സ്പോൺസർ ഉൾപ്പെടെ ഇവരുൾപ്പെടെ എന്നെ കൊല്ലാൻ ശ്രമിക്കുക മാത്രമേ ഉള്ളൂ. അപ്പം അതിനു മുമ്പ് ആരെങ്കിലും ഇതിനുള്ള നടപടി എടുക്കുന്നവരാരെങ്കിലും വന്ന് ചോദിച്ചാൽ ഞാൻ നേരിട്ട് മൊഴി നൽകുന്നതായിരിക്കും. എന്തൊക്കെ തോന്നിവാസങ്ങളാണ് നടക്കുന്നത്. കഷ്ടം. താൻ തന്റെ സ്നേഹത്തിന്റെ തീവ്രതയിൽ നിന്നുകൊണ്ട് തുടങ്ങിയ ആ അനാഥാലയം, ആ അനാഥാലയത്തിലെ അന്തേവാസികൾക്ക് അത്താഴം മുടങ്ങാതിരിക്കുവാൻ വേണ്ടി സ്പോൺസറുടെ മുൻപിൽ കിടക്ക വിരിക്കേണ്ട ഗതികേടിലേക്ക് സ്ഥാപനം നടത്തിപ്പുകാരി എത്തിയിരിക്കുകയാണ്. എത്ര ശോചനീയമായ അവസ്ഥയാണ്. ഈ വെളിപ്പെടുത്തലുകളൊക്കെ പോലീസ് അതീവ ഗൗരവമായിട്ട് തന്നെ കണക്കിലെടുക്കണം. ഇതിന്റെ മേൽ അന്വേഷണം ഉണ്ടാകണം. ഈ സ്പോൺസർ ആരാണെന്ന് കണ്ടെത്തണം. അയാളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം. തട്ടിപ്പും തരികിടയും നടത്തുകയും അതിൽ കൂടി സ്വത്ത് സമ്പാദിക്കുകയും ഒടുവിൽ ഈ ഒരു അനാഥാലയത്തിനകത്ത് വ്യഭിചാരം പോലും നടക്കുകയും ചെയ്തു. അത് കണ്ടു നിന്ന വ്യക്തി അവർ പ്രതികരിച്ചു പോലുമില്ല. പക്ഷേ കണ്ടു എന്നുള്ളത് കേട്ടറിഞ്ഞപ്പോൾ അവരെ ക്രൂരമായി മർദ്ദിക്കുവാൻ തയ്യാറായി. ഒറ്റയ്ക്കല്ല, ബന്ധുക്കളെയും സിൽബന്ധികളെയും എല്ലാം വിളിച്ചിട്ടായിരുന്നു ഈ കയ്യേറ്റം നടന്നത്. എല്ലാത്തിനെയും പൂട്ടണം, എല്ലാത്തിനെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം.
പത്തനംതിട്ടയിലെ അനാഥാലയത്തിൽ നിന്ന് 22 പെൺകുട്ടികളെ CWC അംഗീകാരമുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റും. ഇവിടുത്തെ താമസക്കാരിയായിരുന്ന പെൺകുട്ടി പ്രായപൂർത്തിയാകും മുൻപ് ഗർഭിണിയായെന്ന കണ്ടെത്തലുകളെ തുടർന്നാണ് നടപടി. അനാഥാലയത്തിന്റെ അംഗീകാരം റദ്ദാക്കിയേക്കും. എന്തായാലും വലിയ സന്തോഷം തോന്നുകയാണ് ഈ വാർത്ത കേട്ടപ്പോൾ. CWC അവിടുത്തെ കുട്ടികളെ ഏറ്റെടുക്കുകയാണ്. അവരുടെ സംരക്ഷണ ചുമതല പല അനാഥാലയങ്ങൾക്ക് നൽകുകയാണ്. പല ഗ്രൂപ്പുകളായി പലയിടങ്ങളിലേക്ക് ആ കുട്ടികളെ അയക്കുകയാണ്. ഒത്തിരി സന്തോഷം തോന്നുന്നു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായതിൽ. എന്തായാലും ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പ് പുറം ലോകത്ത് വന്നപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്.